സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനൊരു അപകടം ഉണ്ടായി അവിടെ, രണ്ടുപേരും മരിച്ചു, ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. ആ ബസ്സിൻ്റെ ഗ്ലാസ്സിൽ പൊട്ടിയ മുട്ടയുടെ അംശങ്ങളുണ്ട്, താഴെ മുട്ട പൊട്ടിക്കിടക്കുന്നുണ്ട്. ഇത്രയും ദൃശ്യങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് വീട്ടുകാർ പറയുന്നത്, ഇങ്ങനൊരു വാർത്ത വന്നപ്പോൾ അവർ നേരത്തെ ഇത് അന്വേഷിക്കണം. അയാൾ ഉറങ്ങിപ്പോകുന്ന ആളല്ല ഈ ഡ്രൈവർ എന്ന് പറയേണ്ടത്. അതിൽ ആ ബന്ധു പറയുന്നത് ഈ നല്ല ശാരീരികക്ഷമതയുള്ള ആളാണ് ഈ ഡ്രൈവർ എന്ന് മാത്രം, നിരന്തരമായിട്ട് രാത്രി പോവുകയും വരികയൊക്കെ ചെയ്യുന്ന, അങ്ങനെ വാഹനങ്ങൾ നേരത്തെയും രാത്രിയിൽ ഓടിച്ചിട്ടുള്ള ആളാണ്. ഈ നമ്മുടെ ചൂരൽമല സംഭവത്തിലൊക്കെ വലിയ രക്ഷാപ്രവർത്തനത്തിലൊക്കെ പോയ ഒരാൾ ചെറുപ്പക്കാരൻ കൂടിയാണ് ഈ ഡ്രൈവർ. അതുകൊണ്ട് നല്ല ശാരീരികക്ഷമതയുള്ള, സ്വയം അങ്ങനെ കുറച്ച് ധൈര്യമൊക്കെയുള്ള, സ്ഥിരമായിട്ട് ആ ട്രാക്കിലൂടെ ആ റൂട്ടിലൂടെ ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്. അപ്പോൾ അങ്ങനെ വേഗത്തിൽ സംഭവിക്കാം, അപകടം എങ്ങനെ സംഭവിക്കാം. പക്ഷേ ഈ സംഭവങ്ങൾ ഉണ്ടായപ്പോഴാണ്, വാഹനത്തിനടിയിൽ ഈ മുട്ട പൊട്ടിയതും ഒക്കെ ഗ്ലാസ്സിലൊക്കെ അംശങ്ങൾ കണ്ടപ്പോഴാണ് അവർക്ക് ഈ ഒരു സംശയം ഒന്നുകൂടെ വന്നത്. അപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് നമ്മൾ രണ്ടാമത് കണ്ട ഈ KSRTC ഡ്രൈവർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെയും ചിത്രങ്ങൾ കണ്ടല്ലോ, അവിടെയും വന്ന് വീണ് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ആദ്യം ഉണ്ടാക്കുന്ന, ഈ ആദ്യം കേൾക്കുമ്പോൾ തന്നെ, ഇപ്പോൾ ഈ സംഭവത്തോടല്ല നേരത്തെ ഇത് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാക്കുന്നൊരു വലിയ ആധി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടോ എന്നാണ്. അതായത് കവർച്ച നടത്താൻ വേണ്ടിയിട്ട് ഒരു ബസ്സിനകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നുകളയാനും മടിയില്ലാത്ത മനുഷ്യരുണ്ടല്ലോ എന്ന തോന്നലാണല്ലോ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് വരിക. ഒരു KSRTC ബസ് ബാംഗ്ലൂരിൽ നിന്ന് മറ്റോ ഇങ്ങോട്ട് വരുന്ന രാത്രികളിൽ ഈ പറയുന്ന ഹൈവേയിലൊക്കെ യാത്ര ചെയ്യുന്ന ബസ്സുകളിൽ നിറയെ സീറ്റിന് ആളുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എന്തായാലും പകുതി ആളുകളില്ലാതെ ആ വാഹനമൊന്നും അങ്ങോട്ട് കൊണ്ട് പോകുന്നില്ല. അപ്പോൾ ആ ആളുകൾ മുഴുവൻ കൊന്നുകളഞ്ഞാലും കുഴപ്പമില്ല, ആ അപകടം ഉണ്ടായിട്ട് വീണ് കിടക്കുന്ന, അപകടത്തിൽപ്പെട്ടിരിക്കുന്ന, ചോരയൊക്കെ ഒലിപ്പിച്ച് കിടക്കുന്ന മനുഷ്യരിൽ നിന്ന് ഈ സ്വത്തും പണവും മോഷ്ടിക്കാനും ആളുകളുണ്ട് എന്നതാണ് അതിലെ കാര്യം. പിന്നെ ഹർഷൻ രണ്ടാമത് പറഞ്ഞ പോലെ ഇത് KSRTCക്കെതിരെ മാത്രമാണോ? അതായത് ഇപ്പോൾ അവിടങ്ങളിൽ ഒരു പ്രത്യേക സ്ഥലത്തോ അല്ലെങ്കിൽ പ്രത്യേക ഭാഗങ്ങളിലോ ഹൈവേയിൽ നിരന്തരമായിട്ട് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വാഹനത്തിൻ്റെ ഗ്ലാസ്സുകളിലൊക്കെ ഈ പറയുന്ന മുട്ട വന്ന് വീണ് പൊട്ടിയതിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നേരത്തെ അപകടം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ആ സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെടുമല്ലോ, അവിടുത്തെ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുമല്ലോ. അപ്പോൾ നിരന്തരമായിട്ട് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്റ്റേറ്റിൻ്റെ പോലീസിൻ്റെയും മറ്റ് സംവിധാനങ്ങളുടെയും ശ്രദ്ധ ഇവിടെ ഇങ്ങനൊരു കാര്യം നടക്കുന്നു എന്നതുണ്ടാകും. പക്ഷേ ആ നിലക്ക് ആ സംസ്ഥാനത്ത് ചർച്ചയാകുന്ന വിധത്തിലൊന്നും സംഭവിച്ചിട്ടില്ല എന്നുകൂടെ നമ്മൾ കാണുകയാണ്. പക്ഷേ 2 KSRTC ബസ്സുകളുടെ വിവരം എന്തായാലും ഇപ്പോൾ നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ ഈ പുറത്തു നിന്ന് വരുന്ന ദീർഘദൂര ബസ്സുകൾക്കെതിരെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നു എന്നാണോ നമ്മൾ അനുമാനിക്കേണ്ടത്? അതിനകത്ത് അതായത് അങ്ങനെ ആകുമ്പോഴത് വലിയ കേസും പുക്കാറിലേക്കൊന്നും പോകില്ല എന്നോ, അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ അതിന് പിന്നാലെ പോകില്ല എന്ന് കരുതിയിട്ടാണോ? അതൊരു സ്ട്രാറ്റജി ആയിട്ട് ഇവർ വികസിപ്പിച്ചിട്ടുണ്ടോ ഈ ആളുകളിൽ നിന്ന്? പിന്നെ ഈ അപകടത്തിലൊക്കെ പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് സ്വത്തൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയോ എന്നൊക്കെ പിന്നീടൊക്കെയല്ലേ അറിയൂ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ പലതരത്തിൽ നോക്കിയാൽ ഇത് നിസ്സാരീകരിച്ച് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല എന്ന് എല്ലാവർക്കും തോന്നും. അതുകൊണ്ടാണ് KSRTCയുടെ ചുമതലയുള്ള മന്ത്രി CP ജോൺ തന്നെയും ഇക്കാര്യം അന്വേഷിക്കും. അവിടേക്ക് കർണാടകയിലെ പോലീസിന് തന്നെ അക്കാര്യത്തിലൊരു ഒരു അവർക്ക് പരാതിയും മറ്റും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ നിലക്കൊരു കാര്യമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ എന്ന് വിചാരിക്കുക. ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് മുൻകാലങ്ങളിനേക്കാൾ കൂടുതൽ റോഡ് വഴിയുള്ള യാത്ര കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിലും ഈ യൂട്യൂബൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ ആളുകൾ രാത്രിയും പകലും എന്നില്ലാതെ ദീർഘദൂര യാത്ര വാഹനങ്ങളെടുത്ത് നടത്തുകയാണ്. പണ്ട് ട്രെയിനിലൊക്കെ ആളുകൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോകുമായിരുന്നെങ്കിൽ ഇപ്പോൾ യാത്ര തന്നെയും ഒരു യാത്ര തന്നെയും അതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ എല്ലായിടത്തും നല്ല ഹൈവേകളുണ്ട്. പിന്നെ നല്ല പരിചയമുള്ള ആളുകൾ രാത്രിയും ദീർഘമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. നല്ല പരിചയമുള്ള ആളുകൾ, അല്ലാത്ത ആളുകൾ മാത്രമേ രാത്രി യാത്ര ഒഴിവാക്കിയിട്ട് എവിടെയെങ്കിലും തങ്ങി പിറ്റേന്ന് രാവിലെ യാത്ര പോവുക എന്നതൊക്കെ. അപ്പോൾ രാത്രി യാത്രയും ഈ KSRTC ബസ്സിൻ്റെ കാര്യമെല്ലാം പറയുന്നത്, പ്രൈവറ്റ് വാഹനങ്ങളിൽ, കാറുകൾക്കൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രാത്രി യാത്രയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, കൂട്ടായിട്ടും ഒറ്റയ്ക്കും യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. കുടുംബമായിട്ടിപ്പോൾ ടൂറിനും മറ്റും പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലേക്ക്, ഇന്ത്യ മുഴുവൻ തന്നെയും യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് വാഹനങ്ങൾ എടുത്തിട്ട്. അപ്പോൾ ഏത് നിലക്കാണെങ്കിലും ഈ റോഡ് എന്നുള്ളത് കുറേ കൂടെ സുരക്ഷിതമായ ഒരു ഇടമാക്കുക എന്നത് എല്ലാ സർക്കാരുകളും ചെയ്യേണ്ടതാണ്. ഇത് അങ്ങനെയുള്ള ജാഗ്രതയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്ന ഒരു സംഭവമായിട്ട് ഇതിനെ കാണണം. ഇത് നമ്മൾ ആകപ്പാടെ ഭയപ്പെട്ട് എങ്ങനെ രാത്രി KSRTC ബസ്സിൽ കയറും, എങ്ങനെ രാത്രി യാത്ര ചെയ്യും എന്ന് പറയുന്നതിൽ കാര്യമില്ല. പക്ഷേ യാത്ര ചെയ്യുന്ന പല ആളുകളും ഈ പറയുന്ന വിജനമായ സ്ഥലങ്ങളിൽ, ഇപ്പോഴും അത്തരം സ്ഥലങ്ങൾ കുറവൊന്നുമല്ലല്ലോ ഹൈവേയിൽ, രാത്രിയാകുമ്പോൾ ആ നിലക്ക് ആൾ കുറഞ്ഞ സ്ഥലങ്ങളുണ്ടാവില്ല. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും കാണാം, ചിലതൊക്കെ അതിശയോക്തി കലർന്നതല്ലേ എന്ന് നമുക്ക് തോന്നുമെങ്കിലും ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് ആളുകളുടെ ശ്രദ്ധ എത്തിക്കാനുള്ള ഒരു ഇടപെടലായിട്ട് ഒരു ഇടപെടൽ ഇതിനുമേൽ നടക്കട്ടെ എന്ന് വിചാരിക്കാം. നമ്മുടെ സർക്കാരും വളരെ ഗൗരവത്തിലെടുത്തിട്ട് ആ കാര്യങ്ങളിലുള്ള ഇടപെടൽ കർണാടക സർക്കാരിനോട് ആവശ്യപ്പെടുക. അവിടുത്തെ സർക്കാരും അവിടുത്തെ പോലീസും കുറേ കൂടെ ശക്തമായിട്ടും സീരിയസ് ആയിട്ടും ഇതിനെ ഗൗരവത്തോടെയും എടുത്താൽ അതിൻ്റെ ഒരു ഗുണം ഈ പറയുന്നത് പോലെ നമുക്ക് അത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഒരു സംഘം, അതിക്രൂരരായിട്ടുള്ളൊരു സംഘം അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും
അത് സംഘം എന്ന് വെച്ചാൽ അത് ഒരുപാട് ആളുകൾ ഇല്ലെങ്കിൽ തന്നെ അത് ഉറപ്പായിട്ടും നിയമത്തിൻ്റെ പിടിയിലാവുക എന്നത് ഉണ്ടായില്ലെങ്കിൽ ഈ പറയുന്ന അപകടാവസ്ഥയിൽ തുടരും. എന്തായാലും മരിച്ച ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും കുടുംബം വളരെ ഗൗരവത്തോടെ ഈ ആശങ്ക മുന്നോട്ട് വെക്കേണ്ടത് ആ നിലക്ക് തന്നെ പരിഗണിക്കപ്പെടട്ടെ എന്ന് പ്രതീക്ഷിക്കാം.